വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 4, 14-15 വാക്യങ്ങൾ. യേശു ദൗത്യം ആരംഭിക്കുന്നു. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. ദൈവപ്രസാദത്തോടുകൂടെ പ്രവർത്തന നിരതനാകുന്ന യേശു അതിതീവ്രമായ പരീക്ഷകളാൽ ശോധന ചെയ്യപ്പെട്ട് തന്നെ തന്നെ സജ്ജമാക്കിയ യേശുവിൽ ദൈവപ്രസാദം സമൃദ്ധമായിട്ട് ഉണ്ടായിരുന്നുവെന്ന് സുവിശേഷകൻ പ്രത്യേകം നമ്മോട് പറഞ്ഞു തരുന്നു. ആ ദൈവപ്രസാദത്തോടുകൂടെ യേശു തന്റേതായിട്ടുള്ള പ്രബോധനങ്ങള് സിനഗോഗിനകത്തും പുറത്തുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെടുന്നു. തന്റെ പ്രബോധനങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിപ്പെടുന്നതും ജനഹൃദയങ്ങളെ വശീകരിക്കുന്നതുമായിട്ട് തീരുന്നു. അങ്ങനെ നൂറുമേനി വിളയിക്കത്തക്ക വിധത്തിലുള്ള തന്റെ പ്രവർത്തനങ്ങളാൽ ജീവിതം പ്രവർത്തന നിരതമായി തീരുന്നു. അതിനാൽ തന്നെ യേശുവിന്റെ സൽകീർത്തി നാടെങ്ങും പരക്കാനിടവന്നു എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നതായിട്ട് നാം കാണുന്നു.